ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ ആരൊക്കെ നമ്മെ രക്ഷിക്കുമെന്ന് നാം കരുതിയോ അവരാരും നമ്മെ രക്ഷിക്കാൻ ചിലപ്പോൾ എത്തിയെന്നിരിക്കില്ല. നമുക്ക് ബന്ധുവായി കരുതിയിരുന്ന ആളുകൾ ചിലപ്പോൾ ശത്രുക്കളായി മാറിയെന്നും വരാം. അതിനാൽ നാം ഈ ലോകത്തിലെ ബന്ധങ്ങളെയോ ലോകവസ്തുക്കളെയോ അല്ല പരമമായി ആശ്രയിക്കേണ്ടത്. താൻ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത്, തൻ്റെ അന്തിമസ്ഥാനം ഏതാണോ അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യസ്ഥാനം. അതിനെയാണ് നാം അറിയേണ്ടത്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും നമുക്ക് അറിയണം എന്നില്ല. അതിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും കിട്ടണം എന്നില്ല. അവിടെ പരിപൂർണ സംതൃപ്തിയാണ് നമുക്ക് അനുഭവമാവുക. അതിനാൽ നാം എന്തു ചെയ്യണം? ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം ആദി ബന്ധങ്ങളാവും ബന്ധുവും മറ്റും. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ നമ്മൾ ആശ്രയിക്കപ്പെട്ട ബന്ധുജനങ്ങളെല്ലാം നമ്മെ വെടിഞ്ഞു എന്ന് വരാം, നമ്മെ ഉപേക്ഷിച്ചു എന്ന് വരാം, അവർ നമ്മെ വിട്ടുപോയെന്ന് വരാം, അല്ലെങ്കിൽ നമ്മെ അവർ പുറന്തള്ളി എന്ന് വരാം. അപ്പോഴൊന്നും അതിൽ നാം തളരരുത്. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി. അല്പം പോലും നാം ബന്ധുക്കളോ നമ്മെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതിൽ സങ്കടപ്പെടരുത്, അതിൽ നമ്മൾ ദുഃഖിക്കരുത്. സന്തോഷിച്ചിടുക പാരം ആദി. അവർ നമ്മെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അപ്പോഴേ വളരെയധികം സന്തോഷത്തോടു കൂടി അതിനെ സ്വാഗതം ചെയ്യുക. കാരണം ബന്ധുക്കളൊക്കെ ബന്ധനങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം ആദി ബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും. ബന്ധുക്കളൊക്കെ നമ്മെ ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ അത്യധികം സന്തോഷത്തോടു കൂടിയിരിക്കണം. പക്ഷേ നാം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് എന്തു തന്നെയായാലും മുഴുവനും മക്കൾക്കും മറ്റു ബന്ധുമിത്രാദികൾക്കും വിട്ടുകൊടുക്കരുത്. നമ്മുടെ കാലം കഴിഞ്ഞാൽ അത് അവർക്കുള്ളത് തന്നെയാണ്. അതിനാൽ അത് അല്പം നമുക്കും അവിടെ കരുതി വയ്ക്കണം. അല്ലാതെ മുഴുവനും മക്കൾക്ക് എഴുതി കൊടുത്ത പലരും അവസാനം കഷ്ടപ്പെടേണ്ടതായി വന്നിട്ടുണ്ട്. സർവേശ്വരനെ അഭയം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ഇവിടെ ഒരു സമ്പത്തിൻ്റെയും ആവശ്യമില്ല. ഏറ്റവും വിലയേറിയ സമ്പത്തായിരിക്കുന്ന അറിവ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ലോകം മുഴുവൻ അവരുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതാണ്. ഏതൊരു വ്യക്തിക്കും ആത്മജ്ഞാനമുള്ള വ്യക്തിയെ വെറുക്കാനോ ഉപേക്ഷിക്കാനോ തോന്നുകയില്ല. അവരെ അനുഗമിക്കുന്നവരാണ് ലോകത്തിലെ സർവ്വജനതയും. അതിനാൽ ബന്ധുക്കൾ നിന്നെ വെടിഞ്ഞാലതിൽ സന്തപിച്ചിടാതെ എള്ളോളം കൂടി സന്തോഷിച്ചിടുക പാരം ആദി ബന്ധങ്ങളാകുന്നു ബന്ധുവും മറ്റും.